ഒടുവിൽ നമ്മളെല്ലാവരും കരുതിയിരുന്നത് പോലെ തന്നെ സ്വർണ്ണപാളിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ താൻ തീർത്തും നിരപരാധിയാണെന്ന് കാണിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്ത് വന്നിട്ടുണ്ട്. തനിക്ക് കൈമാറുമ്പോൾ പാളികളിൽ വെറും ചെമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അതിനു മുൻപ് സ്വർണം പൂശിയിരുന്നു എന്ന കാര്യം തനിക്ക് അറിയില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. പ്രത്യേകിച്ച് മുൻപ് സ്വർണം പൂശിയിരുന്നു എന്ന കാര്യം അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അത് നേരിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ വിശ്വസിക്കാം. എന്നാൽ 1999 വിജയമല്യ സ്വർണം നൽകിയതും അതുകൊണ്ട് പാളികളിലെല്ലാം സ്വർണം പൂശിയതുമെല്ലാം മാധ്യമങ്ങളിൽ അടക്കം വന്ന കാര്യമാണ്. ഭക്തി മാറ്റിവെച്ചുകൊണ്ട് ജോലി സംബന്ധമായി മാത്രം ശബരിമലയെ സമീപിച്ചാലും അതിൻ്റെ കുറച്ചു മുൻപത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാനാവും? മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് സ്വർണ്ണപാളി പ്രദർശന വസ്തു ആക്കിയിട്ടില്ല എന്നാണ്. പിന്നെ എങ്ങനെ ജയറാമിൻ്റെ വീട്ടിൽ സ്വർണ്ണപാളി എത്തി? സ്വർണ്ണപാളിക്ക് എന്തായാലും വണ്ടി വിളിച്ച് ജയറാമിൻ്റെ വീട്ടിലെത്താൻ കഴിയാത്തതിനാലും ജയറാം പങ്കെടുത്ത പൂജാ ചടങ്ങുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദൃശ്യങ്ങൾ വ്യക്തമായതിനാലും ന്യായീകരിക്കാൻ അദ്ദേഹം ഒരുപാട് പാടുപെടേണ്ടി തന്നെ വരും. എന്നിട്ടും ഇപ്പോൾ ഇങ്ങനെ പറയുന്നതിലെ അടിസ്ഥാനമായി അദ്ദേഹം പറയുന്ന ന്യായമാണ് ഏറെ രസകരം. മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ കാണിച്ചാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന്. ഒരു ഫോട്ടോയുടെ പേരിൽ മാത്രം അങ്ങനെ ആരും വിശ്വസിച്ചില്ലെങ്കിലും ആ ഫോട്ടോയ്ക്ക് മുൻപും ശേഷവും പിന്നെ അയാളുടെ ഹിസ്റ്ററിയും ഒക്കെ അന്വേഷിക്കുമ്പോഴും ഈ സംശയം തന്നെ തോന്നിയാൽ പിന്നെ വിശ്വസിച്ചേ മതിയാവും. 2019 ശേഷമുള്ള സാമ്പത്തികമായുള്ള താങ്കളുടെ വളർച്ചയൊക്കെ കണ്ടാൽ ഈ വാർത്തകളിലൊക്കെ എന്തെങ്കിലും സത്യമില്ലേ എന്ന് ഞങ്ങൾ ഭക്തജനങ്ങൾക്ക് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റുമോ? അതേസമയം ചെന്നൈയിൽ കൊണ്ടുപോകുന്നതിന് പകരം ശ്രീകോവിലിന്റെ വാതിൽ ബാംഗ്ലൂരിൽ എന്തിനായിരുന്നു കൊണ്ടുപോയത് എന്ന ചോദ്യത്തിനുള്ള അദ്ദേഹത്തിന് മറുപടി നമുക്ക് കേൾക്കാം. പുതുതായി നിർമ്മിച്ച് സമർപ്പിച്ച ശേഷമാണ് എല്ലാം ദേവൻ്റേതാകുന്നത്. ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഒരു ദിവസം ഇത് വെച്ചിരുന്നു. ശേഷം ഇളമ്പള്ളി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഒരു പരിപാടിയായിട്ടാണ് കൊണ്ടുപോയത്. അന്ന് അത് ചെയ്യുമ്പോൾ മാധ്യമങ്ങളും കൂടെ ഉണ്ടായിരുന്നു. കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ അഭിഭാഷകനുമായി ബന്ധപ്പെടാമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാധ്യമങ്ങൾക്ക് മുൻപിൽ കൂടുതൽ പ്രതികരിച്ച് സ്വയം കുഴപ്പക്കാരനാവണ്ട എന്ന് അദ്ദേഹത്തിൻ്റെ വക്കീൽ പറഞ്ഞിട്ടുണ്ടത്രേ. ഏറ്റവും കോമഡി അതല്ല, നമ്മളിവിടെ ക്ഷേത്രത്തിൽ സ്ത്രീകൾ കയറിയാൽ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യം അപ്പാടെ തകരുമെന്നും അയ്യപ്പനത് ക്ഷീണമാണെന്നും പറഞ്ഞ് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടി നാമജപയാത്രയും കയ്യാങ്കളിയും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേലി തന്നെ വിളവ് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ്. എന്ത് വിശ്വസിച്ചാണ് നമ്മുടെ അയ്യപ്പ ഭഗവാനൊക്കെ ആ ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ കഷ്ടം തന്നെ തോന്നുന്നു. ഒരു സമഗ്രമായ അന്വേഷണം നടത്തിയാൽ അറിയാം ആരൊക്കെ കിണ്ണം കട്ടുവെന്നും ആരൊക്കെ അതിന് കൂട്ടുനിന്നു എന്നുമൊക്കെ. എന്തായാലും ഈ കേസെങ്കിലും പുണ്യാഹം തളിച്ച് പരിഹാരക്രിയ നടത്തി പെട്ടെന്ന് നടയടിച്ച് തീർപ്പാക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഭക്തജനങ്ങൾക്ക് അതല്ലേ വിധിച്ചിട്ടുള്ളത്?